നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം. കടം വരുത്തി വയ്ക്കുന്നവർ, വീട്ടിൽ കലഹമുണ്ടാക്കുന്നവർ, എന്തിനും ഏതിനും പരാതി പറയുന്നവർ, ശാപവാക്കുകൾ പറയുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ, ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കരുത്. ഈ കൂട്ടുകെട്ട് നിങ്ങളെ കൂടുതൽ ഗുരുതരമാകുന്ന പ്രതിസന്ധികളിൽ കൊണ്ടെത്തിക്കും. ആകുലതകൾ ഉള്ളവർക്ക് ഏറ്റവും അവർ നേരിടുന്ന മറ്റൊരു സംഘർഷമാണ് അവരുടെ ഹൃദയം എപ്പോഴും, അവരുടെ മനസ്സെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. കംപ്ലൈനിങ്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവർ മറ്റുള്ളവർക്ക് വിരോധമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കും. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മറ്റുള്ളവരാണ് കാരണക്കാർ, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അടുക്കും ചിട്ടയും ഉണ്ടാകണം. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥിക്കണം, എത്ര സമയം ബൈബിൾ പഠിക്കണം, ബൈബിളിലെ കാര്യങ്ങൾ എഴുതി വയ്ക്കണം, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ദിവസം ചെയ്യേണ്ടത്, കടബാധ്യത എങ്ങനെ വീട്ടുവാൻ കഴിയും, ആ മണി മാനേജ്മെന്റിനെ കുറിച്ചുള്ള പ്ലാനിങ്, അടുക്കും ചിട്ടയുമുള്ള ജീവിതം. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആകുലതയെ പരാജയപ്പെടുത്തുക. ഡിഫീറ്റ് ആങ്സൈറ്റി. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷമാണ് ആകുലത. ആകുലതയെക്കുറിച്ച് ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കൃത്യമാകുന്ന പഠനങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. വിചാരത്തെ ജയിക്കുവാൻ വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട മരുന്നുകൾ, ആകുലതയെ ജയിക്കുവാൻ, ആകുലതയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ചില ആയുധങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതൊന്ന് പ്രാർത്ഥനയാണ്. 2, സ്തോത്രത്തോട് ആവശ്യങ്ങൾ കർത്താവിനോട് അറിയിക്കുക. പ്രാർത്ഥന എന്നതാണ് പ്രധാനപ്പെട്ട ആയുധം. അതിനകത്ത് സ്തോത്രം, അപേക്ഷ ഇതെല്ലാം നമുക്ക് ചേർക്കുവാൻ കഴിയും. ആ പ്രധാനപ്പെട്ട ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് ആകുലതയെ പരാജയപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ നമ്മൾ ആകുലതയെ പരാജയപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് 7-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ഞാൻ അനേകരെ കണ്ടുമുട്ടുമ്പോൾ അനേകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് ആകുലത എന്ന് പറയുന്നത്. ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് സൈക്കാട്രിക് രോഗമാകുന്ന ആങ്സൈറ്റി ഡിസോർഡർ, ഇങ്ങനെ ഇതിനെ പൊതുവായിട്ട് വിളിക്കാറുണ്ട്. ഒരു ജനറൽ ടേം ആങ്സൈറ്റി ഡിസോർഡർ. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാകുന്നു, ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നു, ആ ജനറൽ ടേമിൻ്റെ കീഴിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഭാഗമാകുന്നു ആങ്സൈറ്റി, ആകുലത. ലോകവ്യാപകമായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ ആകുലതയിലൂടെ കടന്നു പോകുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമാകുന്ന രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നിപ്പോൾ 1 മാസം 3000-ഓളം രൂപയുടെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, പാസ്റ്റർ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാമോ? ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായതിന് അതിൻ്റെ ഫലമായി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസിയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ആധുനികമാകുന്ന പല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തേടിയതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ
കാരണം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ബാങ്കിൽ നിന്ന് 65,000 രൂപ കടമെടുത്തു. എന്തോ ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ. സാമ്പത്തികമായി കാര്യമായിട്ടൊന്നും ഉള്ളൊരു ദേവദാസനല്ല. 65,000 രൂപ കടമെടുത്തു. കടമെടുത്തതിന് ശേഷം അത് തിരികെ അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് എന്തോ ജപ്തി നോട്ടീസാണോ എന്തോ അവിടുന്ന് അറിയിപ്പ് വന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തീർക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അധികൃതർ തന്നോട് സംസാരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും തീർത്ത് നിങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന് സ്വതന്ത്രനാക്കണമെന്നുണ്ടെങ്കിൽ 4.5 ലക്ഷം രൂപ നിങ്ങൾ തന്നേ പറ്റുകയുള്ളൂ. 65,000 രൂപ കടമെടുത്തത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 4.5 ലക്ഷം രൂപയായി തീർന്നിരിക്കുകയാണ്. ആ 4.5 ലക്ഷം എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ്, സ്പന്ദനത്തിൻ്റെ വേഗത വർദ്ധിച്ചു. ചങ്കിടിക്കുവാൻ തുടങ്ങിയെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ തൻ്റെ ഹൃദയസ്പന്ദനത്തിൻ്റെ വേഗത വർദ്ധിച്ചു. എന്തായാലും സംസാരിച്ച് അവർ 75,000 രൂപയ്ക്ക് അത് തീർക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അവരൊരു പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് തീർക്കുവാൻ വേണ്ടി 75,000 രൂപ ഇത്ര പ്രാവശ്യമായിട്ട് അടച്ചു തീർക്കുമ്പോൾ നിങ്ങൾ ഈ ബാധ്യതയിൽ നിന്ന് സ്വതന്ത്രനായിരിക്കും. ആ പേപ്പർ വാങ്ങിയിട്ട് താൻ സൈൻ ചെയ്യുന്ന സന്ദർഭത്തിലാണ് കുഴഞ്ഞു വീഴുന്നത്. ആ സമയത്തുണ്ടായ ആശയവിനിമയവും 4.5 ലക്ഷം എന്നുള്ളത് കേട്ടപ്പോൾ ഉണ്ടായ നടുക്കവും അത് വരുത്തിയ ആന്തരിക സംഘർഷങ്ങൾ, വ്യാകുലതകൾ, ഇതിൻ്റെ പരിണിത ഫലമായിട്ട് അവസാനം ആ കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ആ കാര്യങ്ങൾ തീരുകയാണെങ്കിൽ പോലും ഒപ്പിടുന്ന സന്ദർഭത്തിൽ നേരിട്ട ആന്തരിക സംഘർഷങ്ങളുടെ ഫലമായിട്ട് ആ സമയത്ത് മാത്രമായിരിക്കില്ല അത് സംഭവിച്ചത്. അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ഈ നിലയിലുള്ള ആകുല ചിന്തകളിലൂടെ കടന്നുപോയി കാണുമെന്ന് ഉറപ്പാണ്. എന്തായാലും ആ സൈൻ ഇടുന്ന സന്ദർഭത്തിൽ താൻ കുഴഞ്ഞു വീഴുകയാണ്. ആ ബാങ്ക് അധികൃതർ തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ചികിത്സകൾ നടന്നു. ഇന്ന് ഒരു മാസം തനിക്ക് 3,000-ലധികം രൂപയുടെ മരുന്ന് ആവശ്യമാണ്. ആ ആകുലത വരുത്തി വയ്ക്കുന്ന കേടുകൾ ശ്രദ്ധിക്കുക. ആകുലതയ്ക്ക് ഹൃദയത്തിന് കേടുവരുത്തുവാൻ കഴിയും. ആകുലത, വ്യാകുലത, ചിന്താഭാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ഇത് മനസ്സിലാണ്. ആകുലത സംഭവിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ സംഭവിക്കുന്ന ആകുലതയുടെ ഫലമായിട്ട് ശരീരാവയവമാകുന്ന ഹൃദയത്തിന് കേടുവരുത്തുവാൻ കഴിയും. ആകുലത മുഖാന്തരം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശാരീരിക സംഘർഷമാണ് ബ്ലഡ് പ്രഷറിൻ്റെ അളവിന് വർധനവുണ്ടാകുക. അത് സാധാരണമായിട്ട് ആകുലതയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൂടാതെയും ചിലപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ കണ്ടെന്നിരിക്കാം. എന്നാൽ പൊതുവിൽ വ്യാകുലത അധികമായി തീരുമ്പോൾ, വ്യാകുലത എന്ന് പറയുമ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ചിന്തകളുടെ നിയന്ത്രണം വിട്ടുപോകുകയാണ്. ചില ഭാവി കാര്യങ്ങളെ ചൊല്ലിയുള്ള വല്ലാത്ത ഭയം ചിന്തകളായി തീരുമ്പോൾ ആ ചിന്തകൾ കിടന്ന് നമ്മുടെ മനസ്സിൽ കിടന്ന് ആവർത്തിച്ചത് കറങ്ങുന്നത് മുഖാന്തരമായിട്ട് ശരീരത്തിൻ്റെ ക്രമത്തിന് കേട് സംഭവിക്കുന്നു. എനിക്ക് വളരെ അടുത്തു പരിചയമുള്ള ആസാമിലുള്ളൊരു സുഹൃത്ത്, അദ്ദേഹവും ഒരു കർത്താവിൻ്റെ ദാസനാണ്. തനിക്ക് ചില കൺസ്ട്രക്ഷനും മറ്റ് കാര്യങ്ങളും ശുശ്രൂഷയുടെ കാര്യങ്ങളും തനിക്ക് ജോലിയുമുണ്ട്. അതിൻ്റെ നടുവിൽ അത് മുഖാന്തരമായിട്ട് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായി. ആ സാമ്പത്തിക ബാധ്യതകൾ മുഖാന്തരം തൻ്റെ സാലറിയിൽ നിന്ന് തന്നെ തനിക്ക് കടമെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കടമെടുത്ത് ഒരു മാസം സാലറി 0. ആ മാസം തനിക്ക് സാലറി ഒന്നുമില്ല. വരുന്ന സാലറി മുഴുവൻ കടമെടുത്തത് അത്
തിരികെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വല്ലാത്ത നൊമ്പരമുണ്ടായി. അങ്ങനെ ഒരു ദിവസമാണ് ജോലി സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശാരീരിക ബുദ്ധിമുട്ട് അത് ചികിത്സിച്ച് എന്തായാലും അത്ഭുതകരമായിട്ട് ഒരു വിപത്തിൽ നിന്ന് പുറത്തു വരികയുണ്ടായി. എന്നാൽ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. കാരണം എന്താണ്? കാരണം ഇതാണ്: ആകുല ചിന്തകൾ. മനസ്സിൽ ചിന്തകൾ കുഴഞ്ഞു മറിയുവാൻ തുടങ്ങി. ചിന്തകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ആകുലത കയറിക്കഴിഞ്ഞപ്പോൾ, ആകുലത മുഖാന്തരമായിട്ട് ശരീരത്തിൻ്റെ ക്രമത്തിന് മാറ്റം സംഭവിച്ചു. ശരീരം കേടുള്ളതായിത്തീരുകയാണ്. ഈ കാരണം കൊണ്ടാണ് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ച സന്ദർഭത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് അവരോട് ആവർത്തിച്ച് പറയുകയുണ്ടായി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഇതെല്ലാം കൽപ്പനയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിച്ചത് കൽപ്പനയാണ്. ഇവിടെ യേശു പറയുന്നത് കൽപ്പനയാണ്. വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? യേശു പറയുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഏതെങ്കിലും പക്ഷികൾ ആകുലപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷികൾ പട്ടിണി കിടന്ന് ചത്തുപോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു സാധ്യതയുമില്ല. അങ്ങനൊരു സാധ്യതയില്ല. കാരണം അവയ്ക്കെല്ലാം കൃത്യമായി ഭക്ഷണം കൊടുക്കുന്ന വലിയവനാകുന്ന ദൈവം അവയെ പോറ്റുന്നു എങ്കിൽ അതിൽ എത്ര ശ്രേഷ്ഠമാകുന്നൊരു നിലയിലാകുന്നു ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് കർത്താവിൽ ആശ്രയിക്കുവാൻ പരിശീലിക്കണം. ഏത് സംഘർഷം വന്നാലും ആ സമയത്ത് കർത്താവിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആകുലതയെ എങ്ങനെ പരാജയപ്പെടുത്താം, അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതായിരിക്കും. ഈ അധ്യായത്തിൽ ഈ ഭാഗങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം മുതൽ, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളിത് വിശദീകരിക്കണം. ആകയാൽ എങ്ങനെ മക്കളെ പഠിപ്പിക്കും, എങ്ങനെ ആ ലോൺ റീപേയ്മെൻറ്റ് നടത്തും, എങ്ങനെ മകളുടെ വിവാഹം നടത്തും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. എന്താ ചെയ്യേണ്ടത്? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള പഠിപ്പിക്കലാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന. യേശുക്രിസ്തു നേരിട്ട് ആകുലതകളെക്കുറിച്ചുള്ള ദീർഘമാകുന്നൊരു പഠനം നടത്തിയെങ്കിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം അതുതന്നെയാകുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം അതുതന്നെയാകുന്നു. അതിനെ കീഴ്പ്പെടുത്തണം, അതിജീവിക്കണം, പരാജയപ്പെടുത്തണം. ഏറ്റവും നല്ല പരിഹാരമാർഗങ്ങളിൽ ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാകുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. പ്രാർത്ഥന
ക്രമപ്പെടണം. പ്രാർത്ഥന കൊണ്ടാണ് വിചാരങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എല്ലാ ദിവസവും പ്രഭാത സമയം, നല്ല ഒരു ക്വാളിറ്റി സമയം നിങ്ങൾ ഏകാന്തതയുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നതിന് ശേഷം ശാന്തമായിട്ട് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കണം. ഒരു മെഡിറ്റേഷൻ പോലെ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട്, ശബ്ദമെടുത്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എന്നാൽ ആകുലതകളെ നേരിടുന്നവർ അവർ ഒരു സ്ഥലത്ത് പോയി ശാന്തമായിരുന്നതിന് ശേഷം നിശബ്ദതയിൽ പ്രാർത്ഥിക്കുവാൻ പരിശീലിക്കണം. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ പരിശീലിക്കണം. ശാന്തമായിരിക്കണം. ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പരിശീലിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് സഹായിക്കും. അതിൻ്റെ മേലൊരു ദുരാത്മസ്വാധീനമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ദുരാത്മാക്കളെ ശാസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. പരിശുദ്ധാത്മാവേ, എന്നെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സഹായിക്കും. നമ്മുടെ പ്രാർത്ഥന കേട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കും. ശാന്തമായിരിക്കണം. ശാന്തമായിരുന്നതിന് ശേഷം ദൈവത്തെ സ്തുതിക്കണം. ആകുലതയുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് കർത്താവാകുന്ന യേശു ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം പറയുവാൻ തയ്യാറാകുക. ശാന്തമായിരുന്നതിന് ശേഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ശബ്ദങ്ങൾ ഉയർത്തിയതിന് ശേഷം പിന്നീട് കുറേ സമയം നന്ദി പറയുവാൻ തയ്യാറാകുക. ആയുസ്സിനായി സ്തോത്രം കർത്താവേ, ആരോഗ്യത്തിനായി സ്തോത്രം കർത്താവേ, പാർക്കുവാൻ എന്നും ഒരു ചെറിയ ഭവനം നൽകിയതിനായി സ്തോത്രം കർത്താവേ, ആമേൻ, യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരു വാഹനം നൽകിയതിനായി സ്തോത്രം കർത്താവേ, ഒരു ജോലി നൽകിയതിനായി സ്തോത്രം കർത്താവേ. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ഉള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ജോലി ഇല്ലെങ്കിൽ പോലും, വാഹനം ഇല്ലെങ്കിൽ പോലും, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെ ചൊല്ലി നന്ദി പറയുക. എപ്പോഴും ആകുലതയിൽ മുന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ദൈവവിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളിൽ കൊണ്ടുവരുവാൻ വേണ്ടി മനസ്സ് ശ്രമം നടത്തും. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരാത്മാക്കളും കാണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നിഷേധിക്കണം, എതിർക്കണം. എതിർത്തതിന് ശേഷമായിട്ട് നന്ദി പറയുവാൻ തുടങ്ങണം. ആരോഗ്യം തന്നതിനായി സ്തോത്രം കർത്താവേ, സംസാരിക്കാൻ കൃപ നൽകിയതിനായി സ്തോത്രം കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം, കുടുംബാംഗങ്ങളെ നൽകിയതിനായി സ്തോത്രം സ്തോത്രം, മക്കളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം സ്തോത്രം. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണം. 5-ാം വയസ്സിൽ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം, ഗുരുതരമാകുന്ന രോഗം വന്നപ്പോൾ എന്നെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം പറയുവാൻ തയ്യാറാകുക. അപ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമാകുക. ശാന്തമാകുമ്പോൾ തന്നെ നമുക്ക് ഈ പരാതികളിൽ നിന്ന് സ്തോത്രത്തിലേക്ക് ഒരു സ്ഥാനമാറ്റം ലഭിക്കും. ആകുലതകൾ ഉള്ളവർക്ക് ഏറ്റവും അവർ നേരിടുന്ന മറ്റൊരു സംഘർഷമാണ് അവരുടെ ഹൃദയം എപ്പോഴും, അവരുടെ മനസ്സെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. കംപ്ലൈനിങ്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവർ മറ്റുള്ളവർക്ക് വിരോധമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കും. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മറ്റുള്ളവരാണ് കാരണക്കാർ, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പകരം നിങ്ങൾ പരാതികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ, ഇങ്ങനെ സ്തോത്രം പറയുമ്പോൾ പരാതികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് സ്ഥാനമാറ്റം നൽകി അവിടെ നിങ്ങൾക്കൊരു വിടുതൽ നൽകി തരും. ഫ്രം ദ പ്ലേസ് ഓഫ് കംപ്ലൈനിങ് ടു ദ realm of gratitude. From the realm of complaining to the realm of gratitude. പരാതികളുടെ പ്രതലത്തിൽ നിന്ന് സ്തോത്രത്തിൻ്റെ പ്രതലത്തിലേക്ക്, നന്ദിയുള്ള ഹൃദയത്തിൻ്റെ പ്രതലത്തിലേക്ക് കർത്താവ് നിങ്ങൾക്ക് സ്ഥാനമാറ്റം നൽകിത്തരും. അതിനുശേഷം വിശകലനങ്ങൾക്ക് വിധേയമാകുക.
എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം? നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കൊടുക്കുവാനുണ്ട്. നിങ്ങളതിനെ വിശകലനം ചെയ്യുക. ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പരിഹരിക്കപ്പെടുകയില്ല. ദൈവമാണ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടത്. ആ 2 ലക്ഷം രൂപ കടം വരുത്തിയതിൽ എനിക്ക് പറ്റിയ പരാജയങ്ങൾ യേശുവേ എന്നോട് ക്ഷമിക്കണമേ. അതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഇനി ഭാവിയിൽ ഞാൻ ആ തീരുമാനങ്ങളിൽ വിവേകത്തോടുകൂടെ തീരുമാനമെടുക്കുകയും അങ്ങയുടെ ആലോചന പ്രകാരം തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കണം. ദൈവസന്നിധിയിൽ സമ്മതിക്കണം. അതിനുശേഷം കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഒരത്ഭുതം സംഭവിക്കട്ടെ. 2 ലക്ഷം രൂപ കടം തീർക്കുവാൻ തക്കവണ്ണം ഒരത്ഭുതം എനിക്ക് വേണ്ടി തുറക്കണമേ. 1 ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു. നിങ്ങൾ അത്ഭുതമൊന്നും കാണുന്നില്ല. ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. അവിടെ വിശ്വാസം, ആശ്രയം, പ്രത്യാശ, ഇങ്ങനെയുള്ള ഗുണമേന്മകളെ വർദ്ധിപ്പിക്കണം. ഇതെല്ലാം ഗുണമേന്മകളല്ല, കൃപകളാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപകളാണ്. ആ കൃപകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് നമ്മുടെ ഗുണമേന്മകളായി തീരുകയാണ്. നമ്മൾ വിശ്വാസമുള്ളവരായി തീരുകയാണ്. ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരുകയാണ്. മാത്രവുമല്ല, നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും നടക്കുമെന്നുള്ള പ്രത്യാശയുണ്ട്, ഹോപ്പ്. ഇതെല്ലാം തമ്മിൽ ചേർന്നിരിക്കുകയാണ്. ഒന്നിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിന് ആശ്രയവുമായി ബന്ധമുണ്ട്, വിശ്വാസത്തിന് പ്രത്യാശയുമായി ബന്ധമുണ്ട്. വിശ്വാസത്തിന് പ്രത്യാശ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം തമ്മിൽ ചേർന്നിരിക്കുന്നതിനാൽ ഇങ്ങനെയുള്ള ദൈവീക മൂല്യങ്ങളെ, ദൈവീക കൃപകളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. ഇവിടെ ഈ രൂപാന്തരീകരണത്തിൽ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ചിന്തകൾക്ക് മാറ്റം വരുത്തുക. ആകുലതയിൽ നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ ആക്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിന്തകളാണ്. നിങ്ങളുടെ ബുദ്ധിമണ്ഡലം, നിങ്ങളുടെ മനസ്സിൻ്റെ മണ്ഡലം പുറപ്പെടുവിക്കുന്ന ചിന്തകൾ. ആ ചിന്തകളിൽ നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ, രോക്ഷപൂരിതമാകുന്ന ചിന്തകൾ, ഭയം വരുത്തുന്ന ചിന്തകൾ, പരാതി പുറപ്പെടുവിക്കുന്ന ചിന്തകൾ, ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഏറ്റവും ഗൗരവമാകുന്ന കേടുകൾ വ്യക്തിത്വത്തിൽ, ആകുലതയുള്ള വ്യക്തിത്വങ്ങളിൽ കൊണ്ടുവരുന്നത്. അവിടെ ആ ചിന്തകളെ മാറ്റണം. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്തകൾക്ക് മാറ്റം സംഭവിക്കട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങളുടെ കൂട്ടുകെട്ടിനൊരു മാറ്റം ഉണ്ടാകണം. ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. വിശ്വാസമുള്ള, ആശ്രയമുള്ള, പ്രത്യാശയുള്ള, സംഘർഷങ്ങളെ പ്രാർത്ഥന കൊണ്ട് ജയിക്കുന്ന, ദൈവത്തിൽ തന്നെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ജീവിക്കുന്ന അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങളുണ്ടാകണം, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം. കടം വരുത്തി വയ്ക്കുന്നവർ, വീട്ടിൽ കലഹമുണ്ടാക്കുന്നവർ, എന്തിനും ഏതിനും പരാതി പറയുന്നവർ, ശാപവാക്കുകൾ പറയുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ, ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കരുത്. ഈ കൂട്ടുകെട്ട് നിങ്ങളെ കൂടുതൽ ഗുരുതരമാകുന്ന പ്രതിസന്ധികളിൽ കൊണ്ടെത്തിക്കും. പകരം വിശ്വാസമുള്ള, ദൈവവചനപ്രകാരം സംസാരിക്കുന്ന, എല്ലാ കാര്യത്തെയും വളരെ
പ്രത്യാശയോടുകൂടെ സമീപിക്കുന്ന വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരുമായിട്ട്, ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരുമായിട്ട്, കടം വരുത്തി വയ്ക്കാൻ ആഗ്രഹിക്കാത്ത, സാമ്പത്തികമാകുന്ന ചതിവ് വഞ്ചന കാണിക്കാത്ത അങ്ങനെയുള്ള നല്ല കൂട്ടുകെട്ടുകൾ നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങളുടെ ചിന്തകളെ ഈ നിലയിൽ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ രാവിലെ നല്ലതുപോലെ പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിച്ച് വിശകലനം ചെയ്ത് പ്രാർത്ഥിച്ച് വീണ്ടും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. വൈകുന്നേരം ആ ദിവസം മുഴുവൻ ഒന്ന് വിശകലനം ചെയ്യണം, ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തണം. 8 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ വാർത്ത കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ, ഇല്ല, ഇനി അതിൻ്റെ അങ്ങനെയുള്ള വാർത്തകൾ കാണണ്ട, ആ വാർത്തകളിൽ നിന്ന് അകത്ത് കയറിയ കാര്യങ്ങൾ പുറത്തു പോകട്ടെ. 12 മണിക്ക് ഞാൻ ആ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ആശയപ്പൊരുത്തക്കേടുകളുണ്ടായത് അത് വേണ്ടിയിരുന്നില്ല, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനൊരു വിശകലനം നടത്തണം. രാവിലെ മുതൽ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുവാൻ കിടക്കുന്നതിന് മുൻപ് വരെ സംഭവിച്ച കാര്യങ്ങളെ ഒരു സെൽഫ് എക്സാമിനേഷന് വിധേയമാക്കണം. അപ്പോൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പോകും. നമ്മളൊന്ന് ആത്മാവിൽ കുളിച്ചതുപോലെയാകും. അതിനുശേഷം കിടന്നുറങ്ങുമ്പോൾ വ്യാകുലതയില്ലാതെ ഉറങ്ങുവാൻ തക്കവണ്ണം വചനം, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. വ്യാകുലതയുള്ളവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. വ്യാകുലത വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ ഉറക്കമില്ലായ്മയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും. കണ്ണുകളടച്ച് യേശുക്രിസ്തുവിൽ ഏകാഗ്രമാക്കണം ചിന്തകളെ. അതിനുശേഷം വചനം ഏറ്റു പറയണം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും, വാഗൊണ്ട് ഏറ്റു പറയേണ്ട, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഇങ്ങനെ അറിയാവുന്ന വാക്യങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റു പറയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ഉറങ്ങും, സുഖകരമായി ഉറങ്ങും. ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. ആകമാനം ഈ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ ക്രമമില്ലായ്മയാണ് ആകുലതയുള്ളവരിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരുടെ മേശപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ സാധനങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. ജീവിതത്തിന് അടുക്കും ചിട്ടയുമില്ല. അടുക്കും ചിട്ടയും ഉണ്ടാകണം. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥിക്കണം, എത്ര സമയം ബൈബിൾ പഠിക്കണം, ബൈബിളിലെ കാര്യങ്ങൾ എഴുതി വയ്ക്കണം. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ദിവസം ചെയ്യേണ്ടത്, കടബാധ്യത എങ്ങനെ വീട്ടുവാൻ കഴിയും, ആ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പ്ലാനിങ്, അടുക്കും ചിട്ടയുമുള്ള ജീവിതം. ആ നിലയിൽ പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ, ചിന്തകളെ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെ, നല്ല കൂട്ടുകെട്ടുകളിലൂടെ നിങ്ങൾക്ക് ആകുലതയെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ഡിഫീറ്റ് ആങ്സൈറ്റിയെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾ വിജയികളായിത്തീരും. നിങ്ങളിപ്പോൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നിസ്സാരമായിട്ട് അതിജീവിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കും. അത്ഭുതങ്ങൾ, നിരന്തരം അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. ഒരു വലിയ വിജയത്തിൽ പരിശുദ്ധാത്മാവ് എത്തിക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു മാതൃകയായി തീരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സമയത്ത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്പർശിക്കണം. ആകുലതകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആകുലതകൾ മുഖാന്തരമായിട്ട് അവരുടെ ശരീരത്തിന് കേടുവരരുത്. രോഗബാധകളൊന്നും അടുത്തു വരാതെ തന്നെ അവരാകുലതയെ കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ, അങ്ങിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അവരുടെ മനസ്സിപ്പോൾ സ്വസ്ഥവും സമാധാനവും ഉള്ളതായി തീരട്ടെ. ശാന്തമായിരുന്ന് ദൈവ സാന്നിധ്യത്തിലിരുന്ന് കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് പരിശീലനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ ചെയ്യണം. ഈ സമയത്ത് തന്നെ കടബാധ്യതകൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ.
ഭൗതിക വിഷയങ്ങളെ ചൊല്ലിയുള്ള എല്ലാ ആകുലതകളും മാറട്ടെ. ചിന്തകളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കൃപ ഇപ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. വചനപ്രകാരം ചിന്തിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. നല്ല കൂട്ടുകെട്ടുകൾ കൊടുക്കണമേ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ മുട്ടുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ ഇപ്പോൾ നോർമലായി തീരട്ടെ. രോഗികൾ അത്ഭുത സൗഖ്യം ഇപ്പോൾ സ്വീകരിക്കട്ടെ. അത്ഭുത സൗഖ്യം ഇപ്പോൾ സ്വീകരിക്കട്ടെ. അത്ഭുത സൗഖ്യം ഇപ്പോൾ സ്വീകരിക്കട്ടെ. അനാവശ്യമായിട്ടുള്ള എല്ലാ ആകുലതകളും അവരെ വിട്ടുപോകട്ടെ. രോഗങ്ങൾ അവരെ വിട്ടുപോകട്ടെ. തലമുടി കൊഴിയുന്നത്, അകാരണമായി കൂടുതൽ തലമുടി കൊഴിയുന്ന ആ ബുദ്ധിമുട്ട് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ യെസ്, അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ സൗഖ്യങ്ങളെയും വലിയ വിടുതലുകളെയും അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.